കഴിഞ്ഞ ഒരു 3-4 ആഴ്ചകളായി പി.വി. അൻവർ എന്ന വ്യക്തിയായിരുന്നു കേരളത്തിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നത്. ഒരു കാലത്ത് സമൂഹമാധ്യമങ്ങളിൽ സി.പി.എമ്മിനു വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങിയ വ്യക്തിയാണ് ഈ പി.വി. അൻവർ. സി.പി.എമ്മിനെതിരെ വാർത്തകൾ നിർമ്മിച്ചു വിടുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അതിൻ്റെ പേരിൽ നിരവധി സംഭവങ്ങൾ ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട്. സി.പി.എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനു വേണ്ടി വാദിക്കുന്നവരെ പൊതുവെ കടന്നലുകൾ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ വിശേഷിപ്പിക്കുന്നത്. ആ കടന്നലുകളുടെ തലവൻ എന്ന വിശേഷണം സ്വയം എടുത്ത് അണിഞ്ഞ ആളാണ് ഈ പി.വി. അൻവർ. ഒടുവിൽ സി.പി.എം നേതൃത്വവുമായി കലഹിച്ച് ഇടതുപക്ഷത്തിന് പുറത്തേക്ക് പോവുകയും മറ്റൊരു സംഘടന ഉണ്ടാക്കി അതിന് തലവൻ ആവുകയും ചെയ്തു ഈ പി.വി. അൻവർ. മാത്രമല്ല സി.പി.എമ്മിനോട് പരസ്യമായി യുദ്ധപ്രഖ്യാപനവും നടത്തി. പക്ഷെ എന്നിരുന്നാലും ആ സംഭവം നടന്ന് അതിനുശേഷം കഴിഞ്ഞ ദിവസം വരെ പി.വി. അൻവർ എന്ന വ്യക്തിയെ കൊണ്ട് സി.പി.എമ്മിന് വലിയ തലവേദനകളൊന്നുമില്ലായിരുന്നു. കാരണം അദ്ദേഹം ഒരു ഒറ്റയാൾ പോരാളിയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി അൻവർ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു. താൻ ഇനി മുതൽ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ഭാഗമാണെന്ന് പറഞ്ഞ അൻവർ തൻ്റെ നിയമസഭാ അംഗത്വം രാജിവെക്കുന്നു എന്നും വ്യക്തമാക്കുകയായിരുന്നു. മാത്രമല്ല കൂട്ടത്തിൽ മറ്റൊരു പ്രഖ്യാപനം കൂടി അദ്ദേഹം നടത്തി. താൻ രാജിവെച്ച ഒഴിവിലേക്ക് നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കുന്നില്ല എന്ന പ്രഖ്യാപനം. പകരം അവിടെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി താൻ പിന്തുണ കൊടുക്കുമെന്നും അൻവർ വ്യക്തമാക്കുകയായിരുന്നു. രാഷ്ട്രീയ നിരീക്ഷകരെ ഒന്നടങ്കം അമ്പരപ്പിച്ചൊരു തീരുമാനമായിരുന്നു കഴിഞ്ഞ ദിവസം അൻവർ പ്രഖ്യാപിച്ചത്. എന്തുകൊണ്ടായിരിക്കും പി.വി. അൻവർ നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം വേണ്ട എന്ന് പറഞ്ഞത് എന്നുള്ളതായിരുന്നു അതിനുശേഷമുയർന്ന ചോദ്യം. പശ്ചിമബംഗാളിൽ ഭരണത്തിലിരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രതിനിധിയായി പി.വി. അൻവർ മാറുമ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചത് ഒരു രാജ്യസഭാ സീറ്റ് ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുമായി അൻവർ നടത്തിയ ചർച്ചയിൽ രാജ്യസഭാ സീറ്റിന്റെ കാര്യം പരാമർശിച്ചിരുന്നു എന്ന വിവരങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു സാഹചര്യത്തിലാണ് അൻവർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനില്ല എന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതിനിടയിൽ മറ്റാരും അറിയാതെ നടക്കുന്ന ഒരു ചെറിയ കലയുണ്ട്. തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്റർ പി.വി. അൻവർ യു.ഡി.എഫിന് നിലമ്പൂർ സീറ്റ് വിട്ടുകൊടുക്കുന്നത് രാഷ്ട്രീയ ഭാവി സുഭദ്രമാക്കാനാണ് എന്നുള്ള കാര്യം ചിലർക്കെങ്കിലും കത്തിയിട്ടുണ്ടാകും. അതായത് നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ ഏതെങ്കിലും മുന്നണി രാഷ്ട്രീയത്തിനൊപ്പം നിന്നാലേ ജയിക്കാൻ കഴിയൂവെന്ന് അൻവറിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്ത് ഒരു ഒറ്റയാൾ പോരാട്ടം നടത്താൻ അൻവറിന് ഒട്ടും താല്പര്യമില്ല. എൽ.ഡി.എഫിലേക്ക് ഇനി ഒരിക്കലും അൻവറിന് പോകാൻ കഴിയില്ല. പിന്നെ ആകെയുള്ള ശരണം യു.ഡി.എഫ് മാത്രമാണ്. യു.ഡി.എഫിലേക്ക് എങ്ങനെയും കയറി പറ്റുക എന്ന ഉദ്ദേശത്തോടെയാണ് തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം എടുക്കുന്നതിന് മുൻപ് പി.വി. അൻവർ പരമാവധി ശ്രമിച്ചത്. പക്ഷേ യു.ഡി.എഫ് നേതാക്കൾ അത് കണ്ട ഭാവം പോലും നടിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മലപ്പുറത്ത് കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റാണ് നിലമ്പൂർ. ഈ സീറ്റിനു വേണ്ടി വാദിച്ചാൽ യു.ഡി.എഫ് പ്രവേശം അത്ര സുഗമമാകില്ലെന്ന് അൻവർ മനസ്സിലാക്കിയിരുന്നു. ഇതോടെയാണ് അൻവർ നിലമ്പൂരിൽ മത്സരിക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലെത്തിയത്. ഇനി കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാടാകും അൻവറിന്റെ യു.ഡി.എഫ് മുന്നണി പ്രവേശനത്തിൽ ഏറ്റവും നിർണായകമായി മാറുന്നത്. എന്നാൽ അവിടെയും മറ്റൊരു രീതിയിൽ അൻവർ ഒരു ചെറിയ കളി കളിച്ചു. തനിക്ക് നിലമ്പൂർ സീറ്റ് വേണ്ട എന്ന് വ്യക്തമാക്കിയ അൻവർ ഡി.സി.സി പ്രസിഡന്റ് വി.എസ്. ജോയിയെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞു വയ്ക്കുകയും ചെയ്തു. നിലമ്പൂരിൽ തന്റെ രാഷ്ട്രീയ എതിരാളിയായ അൻവർ കണ്ടിരുന്ന ആര്യാടൻ ഷൗക്കത്തിനെ കോൺഗ്രസ് മത്സരിപ്പിക്കരുതെന്ന സന്ദേശമാണ് ഇതിലൂടെ അൻവർ നൽകുന്നത്. മാത്രമല്ല നിലവിലെ പിരിമുറുക്കം ഒന്ന് അയക്കുന്നതിനായി വി.ഡി. സതീശനോട് മാപ്പും പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ DNA-യിലും അൻവർ വിശദീകരണം നൽകി. ഇതെല്ലാം തന്നെ യു.ഡി.എഫിലേക്ക് എടുക്കാനുള്ള അൻവറിന്റെ നീക്കങ്ങളുടെ ഭാഗമായിരുന്നു. തൃണമൂൽ കോൺഗ്രസിനെ ഇനി യു.ഡി.എഫിൽ എടുക്കുന്നതിൽ കോൺഗ്രസും മുസ്ലിം ലീഗും എതിരു നിൽക്കില്ലെന്നാണ് അൻവറിന്റെ പ്രതീക്ഷ. അൻവറിന്റെ മാപ്പ് സ്വീകരിക്കുന്നു എന്ന് വി.ഡി. സതീശനും പ്രതികരിച്ചിട്ടുണ്ട്. കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരനും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും അൻവറിന് അനുകൂലമാണെന്നുള്ളതും അദ്ദേഹത്തിന്റെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലായിരുന്നു മറ്റൊരു ചോദ്യം ഉയർന്നത്. കേരളത്തിൽ പൊതുവെ യാതൊരുവിധ സ്വാധീനവും ചെലുത്താത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ തൃണമൂൽ കോൺഗ്രസ്. എന്തുകൊണ്ടാണ് അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതെന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാം. ദേശീയതലത്തിൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഒരേ മുന്നണിയിലാണ് നിൽക്കുന്നത്. കേരളത്തിലും ആ മുന്നണി ബന്ധം വെച്ച് യു.ഡി.എഫ് മുന്നണിയിൽ കയറിപ്പറ്റാം എന്നുള്ളതാണ് പി.വി. അൻവർ ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ ഒരു പ്രധാന എം.എൽ.എ തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം എടുത്തു എന്നുള്ളത് 2-3 ദിവസത്തേക്ക് കേരളത്തിന് വലിയ വാർത്തയാണ്. അത് കഴിഞ്ഞ് വീണ്ടും എല്ലാം സാധാരണ പോലെയാകും.
എന്നാൽ അൻവറെ പോലുള്ള ഒരു വ്യക്തിയെ തന്റെ പാർട്ടിയിലെടുത്ത മമതാ ബാനർജിക്ക് കൃത്യമായ ഉദ്ദേശം ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. അതായത് അൻവറിനെ തൃണമൂൽ കോൺഗ്രസിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായി നിയമിച്ച മമതാ ബാനർജി കേരളത്തെക്കാൾ ലക്ഷ്യമിടുന്നത് ബംഗാളിലെ വോട്ട് ബാങ്ക് ഉറപ്പിച്ചു നിർത്തുക എന്ന ദൗത്യമാണ്. കേരളത്തിൽ പോലും ന്യൂനപക്ഷ നേതാക്കൾ തൃണമൂലിലേക്ക് എത്തുന്നുവെന്ന് ബംഗാളിലെ യോഗങ്ങളിൽ മമത ഇനി മുതൽ ചൂണ്ടിക്കാട്ടി തുടങ്ങും. അപ്പോൾ അൻവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തിയതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിന് നേട്ടമുണ്ട്. എന്നാൽ അൻവറിന് എന്താണ് നേട്ടം? നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു രാജ്യസഭാ സീറ്റ് അൻവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴല്ലെങ്കിൽ അടുത്ത തവണയെങ്കിലും. പക്ഷേ ഈ രാജ്യസഭാ സീറ്റ് കിട്ടുന്നതുവരെ അൻവറിന് കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കണം. അവിടെയാണ് അൻവർ ബുദ്ധിപൂർവ്വം കളിക്കുന്നത്. കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്രയുമായി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും അതുപോലെ മുസ്ലിം ലീഗ് നേതാക്കളും നല്ല ബന്ധത്തിലാണ്. BJPക്കെതിരെ പാർലമെന്റിൽ ശക്തമായ നിലപാടെടുക്കുന്ന ഒരു നേതാവാണ് മഹുവ. ഇനി നടക്കാൻ പോകുന്ന തൃണമൂൽ കോൺഗ്രസ് യോഗങ്ങളിൽ പങ്കെടുക്കുവാൻ മമതാ ബാനർജിയും മഹുവ മൊയ്ത്രയുമൊക്കെ കേരളത്തിലെത്തുമെന്ന് അൻവർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷത്തെ ഏത് വിധേനയും തകർക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ യുദ്ധഭൂമിയിലേക്കിറങ്ങിയ അൻവറെ തീർച്ചയായും UDF ഉൾക്കൊള്ളുമെന്നു തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ അൻവർ രാജിവെച്ച നിലമ്പൂർ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ മഹുവ മൊയ്ത്രയിലൂടെ മുസ്ലിം ലീഗ് നേതൃത്വത്തെ സ്വാധീനിച്ച് അൻവറിന് തന്നെ സീറ്റ് വാങ്ങി നൽകാനുള്ള നീക്കം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. അതായത് വേണ്ട വേണ്ട എന്ന് അൻവർ പറയുമെങ്കിലും നിലമ്പൂരിൽ അൻവർ തന്നെ മത്സരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാക്കുകൾ ഇരുമ്പുലക്കയല്ലെന്ന് അൻവർ തന്നെ ഈ അടുത്ത് വ്യക്തമാക്കിയിരുന്നതും കൂടി ഒന്ന് ഓർമ്മയിൽ വയ്ക്കണം. തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയിൽ രണ്ടാമനായ അഭിഷേക് ബാനർജിയാണ് അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയത്. മമതാ ബാനർജിയുമായി ഇതുവരെ പ്രത്യേക കൂടിക്കാഴ്ച ഉണ്ടായില്ല. പശ്ചിമ ബംഗാളിനപ്പുറം വളരുന്നതിനുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ ലക്ഷ്യം ചില വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ചിലപ്പോഴെങ്കിലും ഫലം കണ്ടത്. മമത ഗോവയിൽ വലിയ നീക്കങ്ങൾ നടത്തിയെങ്കിലും പാളി. UPയിൽ അഖിലേഷ് യാദവ് മമതയുടെ പാർട്ടിക്ക് ഒരു സീറ്റ് നൽകാൻ തയ്യാറായി. കേരളത്തിൽ അൻവറിനെ കോർഡിനേറ്ററാക്കുമ്പോൾ നിയമസഭയിൽ പാർട്ടിക്ക് ഒരാളെയെങ്കിലും കിട്ടുക എന്നുള്ളതാണ് പരമാവധി ലക്ഷ്യം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ആ ഒരാൾ താൻ തന്നെ ആയിരിക്കണമെന്ന് അൻവർ കരുതുന്നതിൽ എന്തെങ്കിലും തെറ്റു പറയാൻ കഴിയുമോ?